കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്താൻ AICCയുടെ 3 സർവേകളാണ് കേരളത്തിൽ നടന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി കണ്ടതും ചർച്ച ചെയ്യപ്പെട്ടതും ഈ 3-ാം സർവേ തന്നെയാണ്. അതിന് കാരണം ഇതിൽ പാർട്ടിക്ക് പ്രതീക്ഷ നൽകുന്ന ചില തീരുമാനങ്ങൾ വന്നു എന്നുള്ളതാണ്. അതായത് കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളെയും 3 കാറ്റഗറിയാക്കി തിരിച്ചു. ജയിക്കുന്നതും ജയിക്കാൻ സാധ്യതയുള്ളതും ജയിക്കാൻ പ്രയാസമുള്ളതുമായ 3 തലങ്ങളിലും വ്യക്തമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്താനാണ് AICCയുടെ തീരുമാനം. അതുപ്രകാരം 30 സീറ്റുകളിൽ ഏകദേശ സ്ഥാനാർത്ഥി ധാരണയായിട്ടുണ്ട്. അതിൽ യുവാക്കളെയാണ് അണിനിരത്തുന്നത്. അതെല്ലാം വിശ്വസിക്കാൻ കഴിയുന്നതല്ല. നല്ല നേതാക്കന്മാരൊക്കെ ആണെങ്കിലും പലരും സ്ഥാനാർത്ഥിയാകാൻ യോഗ്യരല്ലാത്തവരും അതിലുണ്ട്. എന്നാൽ ചില സ്ഥാനാർത്ഥികൾ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുന്നവർ തന്നെയാണ്, യുവ പോരാളികളാണ്. അങ്ങനെയുള്ള ഒരു നേതാവാണ് കണ്ണൂർ നിയമസഭാ സീറ്റിലേക്ക് AICC കണ്ടെത്തിയിരിക്കുന്ന റിജിൽ മാക്കുറ്റി. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ റിജിൽ കോൺഗ്രസിന്റെ ഒരു ചാനൽ മുഖം കൂടിയാണ്. അതിനപ്പുറം സുധാകരന്റെ കളരിയിൽ തന്നെ അഭ്യാസം പഠിച്ച നെഞ്ചുറപ്പുള്ള നേതാവ് കൂടിയാണ്. കണ്ണൂർ മണ്ഡലത്തിന് അങ്ങനെയുള്ള ഒരാളെ തന്നെയാണ് ആവശ്യം. അതറിഞ്ഞുകൊണ്ടായിരിക്കണം AICCയുടെ കണ്ടെത്തൽ റിജിൽ മാക്കുറ്റിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. വിദ്യാർത്ഥി കാലഘട്ടം മുതൽ തന്നെ കണ്ണൂരിന്റെ മണ്ണും മനസ്സും കീഴടക്കിയ നേതാവാണ് റിജിൽ. KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കണ്ണൂരിലെ അമരക്കാരനായി പ്രവർത്തിക്കുകയും ഒപ്പം തന്നെ CPMന്റെ ഈ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ രാജാക്കന്മാരെ സധൈര്യം നേരിടുകയും ചെയ്ത യുവനേതാവാണ് റിജിൽ മാക്കുറ്റി. നമുക്കറിയാം, CPMന്റെ രാജാക്കന്മാരെല്ലാം കണ്ണൂരിൽ നിന്നുള്ളവരാണ്. ജയരാജന്മാരുടെ പ്രസംഗങ്ങളിലെല്ലാം മാക്കുറ്റി എന്ന പേര് പലപ്പോഴും കയറി വരാറുണ്ടായിരുന്നു. അതിനർത്ഥം തന്നെ ഈ യുവനേതാവിനെ അവർ നന്നായി ഭയക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ കണ്ണൂരിലെ ജനങ്ങളുമായുള്ള നല്ല ബന്ധവും മാക്കുറ്റിയെ തുണയ്ക്കുകയാണ്. അങ്ങനെയുള്ളൊരു നേതാവിനെയാണ് N രാമകൃഷ്ണന്റെയും K സുധാകരന്റെയും പിൻഗാമിയായി കണ്ണൂർ നഗരം ആഗ്രഹിക്കുന്നതും. നമുക്കറിയാം, കണ്ണൂർ കോർപ്പറേഷനിൽ ആകെയുള്ള 55-ൽ 40 വാർഡുകളും ഒപ്പം മുണ്ടേരി ഗ്രാമപഞ്ചായത്തും ചേർന്നതാണ് കണ്ണൂർ നിയമസഭാ മണ്ഡലം. കോർപ്പറേഷനിൽ UDFന് നല്ല ഭൂരിപക്ഷവും മുണ്ടേരി ഇടത് ഭൂരിപക്ഷ പ്രദേശവുമാണ്. പക്ഷേ ഒരു CPM സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനുള്ള ധൈര്യം അവർക്കുണ്ടാകാറില്ല എന്നുള്ളതാണ് സത്യം. അത് കോൺഗ്രസിന്റെ മണ്ഡലമെന്ന് CPM തന്നെ സമ്മതിക്കുന്നതിൻ്റെ ഒരു തെളിവാണ്. അങ്ങനെയാണ് കഴിഞ്ഞ 3 തവണയായി കടന്നപ്പള്ളി രാമചന്ദ്രനെ LDF മത്സരിപ്പിക്കുന്നത്. അദ്ദേഹം CPMകാരനല്ല. കഴിഞ്ഞ 2 തവണയും 1000 ചില്ലാനം വോട്ടുകൾക്ക് മാത്രം കഷ്ടിച്ച് രക്ഷപ്പെട്ട് മന്ത്രിയായതാണ് കടന്നപ്പള്ളി. 2ലും പരാജയപ്പെട്ടത് കോൺഗ്രസിന്റെ സൗമ്യമുഖമായിരുന്ന അന്തരിച്ച സതീശൻ പാച്ചേനിയായിരുന്നു. അതുവരെ കോൺഗ്രസിന്റെ മണ്ഡലം എന്ന് ഉറപ്പിച്ച കണ്ണൂരിലെ തോൽവി അത് വലിയ നഷ്ടമാണ് കോൺഗ്രസിനെയും UDFനെയും സംബന്ധിച്ചിടത്തോളം. കണ്ണൂരിന്റെ സിംഹം എന്നറിയപ്പെടുന്ന K സുധാകരന് തന്നെ ഇത് സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറത്താണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒറ്റ നിർബന്ധമേ ഉള്ളൂ, കണ്ണൂർ സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളത്. എന്നാൽ ഇനി കടന്നപ്പള്ളി രാമചന്ദ്രൻ അവിടെ മത്സരിക്കാൻ സാധ്യതയില്ല. അതോടെ അദ്ദേഹത്തിന്റെ പാർട്ടിയും തീരും എന്നുറപ്പാണ്. ഇനി CPMൽ നിന്ന് തന്നെ ഒരാൾ വരാനാണ് സാധ്യത. കണ്ണൂർ ജയിക്കണം എന്നുള്ളത് സുധാകരന്റെ നിർബന്ധമായിരിക്കെ അതിന് യോഗ്യനായ സ്ഥാനാർത്ഥി തന്നെ വേണം. അതുകൊണ്ട് ഇത്തവണ സുധാകരന്റെ പ്രത്യേക നിരീക്ഷണത്തിലും സമ്മതത്തിലുമായിരിക്കും കണ്ണൂരിലെ സ്ഥാനാർത്ഥി നിർണയം. അതിൽ സുധാകരൻ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ എന്നുള്ള നിലയിലാണ് റിജിൽ മാക്കുറ്റിയുടെ പേര് AICCയും അംഗീകരിക്കാൻ ഒരു കാരണം. ഇനി ഇതിനൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ സുധാകരൻ തന്നെ വന്നു മത്സരിക്കണം. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ മാത്രം, സാക്ഷാൽ സുധാകരന്റെ സാന്നിധ്യത്തിൽ മാത്രം AICC റിജിൽ മാക്കുറ്റിയെ മാറ്റിയെന്ന് വരാം. പക്ഷേ ലോക്സഭാ MP-മാർക്ക് മത്സരിക്കാൻ പാടില്ല എന്നുള്ള ഒരു AICCയുടെ കർശന നിർദ്ദേശം വരാനാണ് സാധ്യത. അതുകൊണ്ട് സുധാകരന്റെ MLA സ്ഥാനാർത്ഥിത്വത്തിനും സാധ്യത കുറവാണ്. അത് പാർട്ടിയുടെ തീരുമാനം. ഏതായാലും അവസാന റിപ്പോർട്ടുകൾ പ്രകാരം AICC തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുകൊളുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ വിശദമായ പഠനത്തിൽ കണ്ണൂർ നിയമസഭാ മണ്ഡലം തിരിച്ചുപിടിക്കാൻ
റിജിൽ മാക്കുറ്റി തന്നെ വേണം എന്നു തന്നെയാണ് ഉറപ്പിച്ചിരിക്കുന്നത്.